പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം മുസ്ലിമും മറ്റും ഉദ്ധരിച്ച ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ വന്നു. അയാൾ വന്ന് നബിയോട് ഒരു സങ്കടം പറഞ്ഞു. ആ സങ്കടം, ഇന്നലി ഖറാബത്ത്, നബിയെ, എനിക്ക് കുറച്ച് ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അസിലുഹും യഖ്തഊനി, ഞാൻ അവരുമായി എപ്പോൾ ബന്ധം സ്ഥാപിച്ചാലും അവരെ എന്തെങ്കിലൊക്കെ പറഞ്ഞ് ആ ബന്ധത്തെ അവർ മുറിക്കും. വഅഹ്സിനു ഇലൈഹി വയുസീഊന ഇലയ്യ, ഞാൻ അവരോട് നന്നായി മാന്യമായി പെരുമാറിയാൽ അവർ എന്നോട് മോശമായി പെരുമാറും. ഞാൻ അവരോട് വിവേകത്തോടു കൂടി പെരുമാറിയാൽ അവർ എന്നോട് അവിവേകത്തോടു കൂടി പെരുമാറും. ഇതാണ് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അയാളുടെ ഒരു സങ്കടം എന്ന് പറയുന്നത് അയാളുടെ ബന്ധുക്കള്, കുടുംബക്കാരൊക്കെ ഉണ്ട്. ഇയാള് എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തി ബന്ധം സ്ഥാപിച്ചാലും അവർ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞ് ആ ബന്ധത്തെ മുറിക്കാനാണ് ശ്രമിക്കുക. അവരോട് നന്നായി പെരുമാറിക്കഴിഞ്ഞാലോ അവർ തിരിച്ചു മോശമായി പെരുമാറും. ഒരു വിവേകത്തോടു കൂടി അവരോട് ഇടപെട്ടാലോ അവർ തിരിച്ച് അവിവേകത്തോടു കൂടി. എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണോ നമ്മൾ അങ്ങോട്ട് പെരുമാറുന്നത് അതിനേക്കാൾ എല്ലാം മോശമായി തിരിച്ചു പെരുമാറുന്ന കുറച്ച് കുടുംബക്കാരും ബന്ധുമിത്രായൊക്കെ എനിക്കുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം നബി? അപ്പൊ നബി പറഞ്ഞു, അന്നക കമാ ഖുൽത, നീ പറഞ്ഞതുപോലെയാണ് അവരുടെ പ്രകൃതമെങ്കിൽ അന്നക തുസിഫുഹുമുൽ മല്ല, അവര് ചൂടുള്ള വെണ്ണീർ വാരി തിന്നുന്നത് പോലെയാണ് അവരുടെ അവസ്ഥ. അപ്പൊ നീ ചെയ്യുമ്പോൾ, കാരണം നീ നന്നായി ചെയ്യുന്നു, അവർ നിന്നോട് മോശമായി ചെയ്യുന്നു. ഇതിപ്പോ ചൂട് ചാരം എങ്ങനെയാണോ ഒരു മനുഷ്യന് വാരി തിന്നുന്നത് അതുപോലത്തെ അവസ്ഥയാണ് അവര്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഇതുപോലെ നിലനിന്ന ലാഹിറ മിനല്ലാഹ്, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നിനക്ക് സഹായം കിട്ടുന്ന. അപ്പൊ അവരിനി മോശമായിട്ട് പെരുമാറിയ എന്നാ നീ തിരിച്ചു മോശം, അത് പാടില്ല. നീ എപ്പോഴും നല്ല രൂപത്തിൽ അവരോട് പെരുമാറി കഴിഞ്ഞാൽ അവരെന്തൊക്കെ തിരിച്ചു പെരുമാറും. അപ്പൊ ഇങ്ങോട്ട് എങ്ങനെ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ നിലപാട് സ്റ്റാൻഡ് നിന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ ആശ്വസിപ്പിച്ചെന്നർത്ഥം. അപ്പൊ ചിലപ്പോ നമുക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകാം. ആളുകൾ, ബന്ധുമിത്ര, അതിൽ കുടുംബക്കാര്, സുഹൃത്തുക്കള്, ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പെരുമാറുമ്പോ ചിലപ്പോൾ ആ രൂപത്തിലായിരിക്കില്ല ഇങ്ങോട്ട് പെരുമാറണം എന്ന് പറയുന്നത് ബന്ധം മുറിച്ച് അവസാനിപ്പിച്ചുകൊണ്ട് പോകണം എന്ന അർത്ഥത്തിലല്ല. നമ്മൾ പറഞ്ഞതുപോലെ പഠിപ്പിക്കപ്പെട്ടതുപോലെ ഇസ്ലാമികമായ സ്റ്റാൻഡിൽ അനുപാതത്തിൽ തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ സഹായവും സംരക്ഷണവും സുരക്ഷിതത്വം ലഭിക്കും. അവർക്കാണ് ഈ പറഞ്ഞതുപോലെയായ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ ആശ്വസിപ്പിക്കേണ്ടത്. അതാണ് ഒരു വിശ്വാസ നിലപാട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.